നമസ്കാരം. ഇന്ന് യൂറോപ്പ് വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. കുടിയേറ്റം എന്ന വിഷയം യൂറോപ്യൻ രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കുടിയേറിയ 10,000-കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒപ്പം ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹവും യൂറോപ്പിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെയും ജനജീവിതത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നേർക്കാഴ്ച ചർച്ച ചെയ്യുന്നത് യൂറോപ്പിലേക്കുള്ള ഈ അനധികൃത കുടിയേറ്റമാണ്. ഏവർക്കും സ്വാഗതം. ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് കാത്തലിക് കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഗുഡ്നസ് ന്യൂസിൻ്റെ യൂറോപ്പ് കറസ്പോണ്ടൻറ്റുമായ ജോമേഷ് കൈതമനെയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു വിഷയമായിരുന്നു മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് അഭയാർത്ഥികളായി കുടിയേറി പാർത്തവരുടെ ആ ഒരു ദൃശ്യങ്ങൾ. ഒരുപാട് പേർക്ക് കടൽ മധ്യേ തന്നെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഒരുപാട് പേർ ഒന്നുമില്ലാതെ സ്പെയിൻ്റെ മണ്ണിലേക്ക് ഓടിക്കയറുന്നു. അവിടെ ഉണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥ സത്യത്തിൽ ലോകം മുഴുവൻ ഞെട്ടിയ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. നിലവിൽ ഇപ്പോൾ സ്പെയിനിലെ അവസ്ഥ എന്താണ്? മൊറോക്കോയിൽ നിന്ന് ഏകദേശം ഒരു 50,000-ഓളം അധികം ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട്. നിലവിൽ അവർ അവിടെയുണ്ടോ, തിരിച്ചു പോയോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ സെവൂട്ടയിലെ സംഭവം നമ്മൾ ഇതിനോടകം തന്നെ വാർത്താ മാധ്യമങ്ങളിലും TV-കളിലും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് യൂറോപ്പിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചു. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് യൂറോപ്പിലെല്ലാ ചർച്ചകളിലും TV ടോക്ക് ഷോയിലും ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സെവൂട്ടയുടെ സ്ഥലം എവിടെയാണ് എന്നാണ്. പലപ്പോഴും നമ്മളത് യൂറോപ്പിൽ ഉള്ള ഒരു സ്ഥലം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് യൂറോപ്പിൽ ഉള്ള ഒരു സ്ഥലമല്ല. ഭൂമിശാസ്ത്രപരമായി ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. പക്ഷെ രാഷ്ട്രീയപരമായത് ഈ സ്പെയിനിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ ആഫ്രിക്കയിലാണ്, പക്ഷെ സ്പെയിന്റെ ഭാഗമാണ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് താനും. ഇത് മൊറോക്കോയുടെ വടക്കൻ തീരത്ത് ജിബ്രാൾട്ടർ കടലിടുക്കിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നഗരമാണ്. 1415 പോർച്ചുഗൽ സെയൂട്ട കീഴടക്കി. ആഫ്രിക്കയിലേക്കുള്ള അവരുടെ ആഫ്രിക്കയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഒക്കെ ആദ്യ പടിയായിട്ട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് 1580 പോർച്ചുഗലും സ്പെയിനും ഒരേ രാജവംശത്തിന്റെ കീഴിൽ ഒന്നിച്ചപ്പോൾ നിലവിൽ വന്നപ്പോൾ സെയൂട്ട സ്പാനിഷ് കിരീടത്തിന്റെ കീഴിലായി. പിന്നീട് 1668 ട്രീറ്റി ഓഫ് ലിസ്ബൺ ഉടമ്പടിയുടെ ഭാഗമായി പോർച്ചുഗൽ സെയൂത്തയുടെ മേലുള്ള സ്പെയിന്റെ പരമാധികാരം ഔദ്യോഗികമായി അംഗീകരിച്ചു. അങ്ങനെ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. പിന്നീട് 1995 സ്പെയിൻ സെയൂത്തയ്ക്ക് സ്വയം ഭരണ നഗരം എന്ന പദവി നൽകി, ഓട്ടോണമസ് സിറ്റി. ഇന്നും അത് തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. എപ്പോഴും ഇത് ആഫ്രിക്കൻ ഭൂപ്രദേശത്ത് ആയതുകൊണ്ട് തന്നെ മൊറോക്കോ എപ്പോഴും ഇതിന്റെ മേലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഇത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു ശേഷിപ്പായി നിൽക്കുന്നത് മൊറോക്കോയുടെ ഭാഗമാണ് എന്നുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. ആ ചർച്ചകളും കാര്യങ്ങളും ഇന്നുകൊണ്ട് തർക്കഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തില് ഇന്നിപ്പോ സംഭവിച്ചത് നമ്മുടെ ഈ വർഷം 2026 ജൂലൈ ഈ സമയത്ത് ജൂലൈ അവസാനം 30-31 തീയതികളില് ഏകദേശം 10,000-കണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്ക് ഇരച്ചു കയറുകയും കടൽ മാർഗമൊക്കെ വന്ന് കയറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ തന്നെ ഉള്ളത് ഏകദേശം 85,000 ജനങ്ങളാണ്. അപ്പൊ ഇത്
ഏകദേശം കണക്ക് പറയുന്നത് 50,000 മുതൽ 60,000 പേര് വരെ വന്നു എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും താറുമാറായിപ്പോയി. ഹെൽത്ത് സെക്ടർ, പിന്നെ പബ്ലിക് സെക്ടർ എന്ന് വേണ്ട സകല സിസ്റ്റങ്ങളും, ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും താറുമാറായി. അവിടുത്തുകാരായ ജനങ്ങള് ഇതിനെ എതിർത്തു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് ഇത് യൂറോപ്പിലേക്ക് ചർച്ചയായി. യൂറോപ്യൻ TV ചാനലുകളും പത്രമാസികയും ഇത് വലിയ പ്രാധാന്യത്തോടെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. അത് അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഇതിനകം തന്നെ 67 പേരോളം മരിച്ചു പോയിട്ടുണ്ട്. അതൊരു വലിയ ദുരന്തമായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇതിന് 48,000 പേര് തിരിച്ചു പോയെന്ന് സ്പെയിൻ ആഭ്യന്തര മന്ത്രാലയം ഇതിന് പറയുന്നുണ്ട്, തിരിച്ചു പോയിട്ടുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ വന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ. നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മ, മതപരമായ പ്രശ്നങ്ങള്, ജനാധിപത്യം ഇല്ല എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കും. ജനാധിപത്യത്തെ കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ. ഈ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുമുള്ള ഈ ജനം എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തുന്നത്. അതെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എപ്പോഴും ഈ പ്രദേശം ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. ഈ മാഫിയകളുണ്ട്, ആളുകളെ യൂറോപ്പിലേക്ക് മനുഷ്യക്കടത്ത് മാഫിയകൾ. ഇവര് പറയുന്നത് ഇതൊരു കവാടമാണ്, യൂറോപ്പിലേക്കുള്ള കവാടം എന്ന രീതിയിൽ തന്നെ അവർ വിശേഷിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു എൻട്രിയാണ്. അതുകൊണ്ട് വലിയ സെൻസിറ്റീവ് ഏരിയ ആണ്, വലിയ സെക്യൂരിറ്റി അവിടെയുണ്ട്. പക്ഷെ ഇതൊക്കെ തകർത്താണ്. ഇപ്പോൾ മൊറോക്കോയിൽ നിന്ന് ഇങ്ങനെ കടന്നപ്പോൾ അവിടെ യൂറോപ്യൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു, അവിടുന്ന് ഒരു സഹായം ലഭിക്കാതെ ഒരിക്കലും ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിലെ ഒരു രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇത്രത്തോളം സെക്യൂരിറ്റി ആയിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ഒരു ഇരച്ചു കയറ്റം നമ്മൾ കണ്ടിട്ടില്ല. ഇതിന് കാരണമായിട്ട് പല കാര്യങ്ങളും പറയുന്നു. സ്പെയിനിലെ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം കൂടിയാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് എത്തിയതെന്നാണ്. പക്ഷേ നമ്മളിതിൻ്റെ മറ്റ് ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഇത് പലപ്പോഴും നമ്മളെപ്പോലെ ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത്, ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത്, ഏകദേശം ആ ഒരു കടലിടുക്ക് നീന്തി കടന്നവർ, അതല്ലെങ്കിൽ ആ കടലിടുക്ക് കൂടി വള്ളങ്ങളിലൂടെ മറ്റതും ഫൈബർ ബോട്ടുകളിലൂടെയൊക്കെ എല്ലാം കടന്നു വന്ന് സ്പെയിൻ്റെ, അതായത് യൂറോപ്പിൻ്റെ കരയിലേക്ക് കടന്ന ആളുകൾ എന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് നമുക്കതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളനുസരിച്ച് ഇവർ സ്പെയിനിലേക്കല്ല, അല്ലെങ്കിൽ സ്പെയിനിൻ്റെ ഭാഗമായ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തേക്ക് തന്നെയാണ് ഇവർ കടന്നിരിക്കുന്നത്. കടലിലൂടെ വന്നെന്ന് വെച്ചാൽ ആ ഒരു മുനമ്പത്തിലൂടെ തന്നെ വളരെ കുറച്ച് കിലോമീറ്ററുകൾ കടലിലൂടെ നീന്തിയും ബോട്ട് വഴിയും എത്തിയെന്ന് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഈ സെവൂട്ടയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പെയിനിലെത്തി എന്ന രീതിയിലാണ്. സ്പെയിനിന്റെ നിയമങ്ങളും ഒക്കെയാണ് അവര് പിന്നെ കൈകാര്യം ചെയ്യുന്ന ആ രീതിയാണ്. അഭയാർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷകൾ സമർപ്പിക്കാം, യൂറോപ്പിൽ എത്തിയതായിട്ട് പരിഗണിക്കുന്നു. പിന്നെ മനുഷ്യാവകാശ കാര്യങ്ങളായി, ഹ്യൂമൻ ഡിഗ്നിറ്റി അതൊക്കെയായി, അങ്ങനെയൊക്കെ ആയിട്ട് അവർക്കവിടെ നിന്നു പോകാം. പിന്നെ ബാക്കി പിന്നെ സ്പെയിന്റെ ഭാഗമായി അവിടെ വന്നു കഴിഞ്ഞാൽ സ്പെയിനിലായി എന്നൊന്ന് പറയാം. യൂറോപ്പിലായില്ല, യൂറോപ്പിന്റെ ഭൂമിശാസ്ത്രപരമായ യൂറോപ്പിലല്ല, പക്ഷെ സ്പെയിനിൽ ആയി. അതാണ് ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഞാൻ ചോദിക്കുന്നത്, 50,000-ഓളം ആളുകൾ ഇത്തരത്തിൽ ഒരു കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50,000-ഓളം ആളുകൾ ഇത്രത്തോളം ഒരു രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തകളാവും, വലിയ രീതിയിൽ ചർച്ചകളാവും. ഒരിക്കലും ഇത്രയും ആളുകൾക്ക് അവിടെ ദീർഘനാൾ നിന്നു പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ ആയിരിക്കുമോ? അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൂടി ഉണ്ടാകുമോ? ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂറോപ്യൻ TV ടോക്ക് ഷോയിലുകളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് പലരും ചൂണ്ടിക്കാണിച്ചു. ഇതങ്ങനെ അവിടുന്ന് ഒരു സഹായം കിട്ടാതെ ഒരിക്കലും ഇത്രയും വലിയ സെക്യൂരിറ്റി ഒക്കെ തകർത്തുകൊണ്ട് ആളുകൾക്ക് ഇതിന്റെ ഈ സ്ഥലത്തേക്ക് കടന്നുകൂടാൻ പറ്റുകയില്ല. അവിടുന്ന് വന്ന ആളുകളും എപ്പോഴും ഇന്റർവ്യൂവിൽ പറയുന്ന അവിടുത്തെ മൊറോക്കൻ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റി എന്ന രീതിയിലൊക്കെ പലരും ഈ വന്നവരോടുള്ള ചോദ്യങ്ങളിലൊക്കെ അവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു കിട്ടി എന്ന് തന്നെയാണ് യൂറോപ്പിലെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.
പിന്നെ നമുക്കറിയാം 85,000 85,000 ആളുകൾ താമസിക്കുന്ന ഒരു സിറ്റിയിലേക്ക് 50,000-60,000 പേര് വന്നു കഴിഞ്ഞാൽ അവരാകെ പാനിക്കായി പോകും. എല്ലാ സിസ്റ്റങ്ങളും സംവിധാനങ്ങളും തകരാറിലാവും. അതാണ് സംഭവിച്ചത്. അതാണ് സംഭവിച്ചത്. അതിനെ ഇപ്പോഴത്തെ അപ്പം സ്പെയിനിലെ തീവ്ര വലതുപക്ഷ പാർട്ടി ഫോക്സ് ഇതിനെ അധിനിവേശമെന്നും യുദ്ധസമാനമായ അന്തരീക്ഷം എന്നൊക്കെയാണ് അപ്പോൾ തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ പറഞ്ഞു കഴിയുകയാണ്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ ശക്തമായിട്ട് രീതിയിൽ ഇതിനെ വിമർശിക്കുകയുണ്ടായി, ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഊർസുല ഫോൺ ഡെർ ലയൻ ഈ വിഷയത്തെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമായി മാത്രമല്ല കണ്ടത്, കുടിയേറ്റം യൂറോപ്പിന്റെ സംയുക്ത വെല്ലുവിളിയാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ഇതിനെതിരെ. പിന്നെ ഈ പ്രസ്താവന മൂന്നാല് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം. ഒന്നാമത്, സ്പെയിൻ ഒറ്റയ്ക്ക് ഈ പ്രതിസന്ധിയെ നേരിടേണ്ട സാഹചര്യമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്, യൂറോപ്യൻ യൂണിയന്റെ പുറം അതിർത്തി സംരക്ഷണം എല്ലാ അംഗരാജ്യങ്ങളുടെയും സംയുക്ത ഉത്തരവാദിത്വമാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്, അനധികൃത കുടിയേറ്റത്തെ തടയുന്നതിനോടൊപ്പം മനുഷ്യാവകാശവും അന്താരാഷ്ട്ര അഭയാർത്ഥി നിയമവും പാലിക്കപ്പെടണമെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജർമ്മൻ ചാൻസലറൊക്കെ ഇതിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനെതിരായിട്ട് വിമർശിച്ചത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ്, ജോർജിയ മെലോണിയാണ്. ജോർജിയ മെലോണി എടുത്തു പറഞ്ഞു, അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ യൂറോപ്പ് ഒരു പടി പോലും പിന്നോട്ട് പോകരുതെന്നാണ്. ഇന്നലെ മെലോണിയുടെ പ്രസ്താവന വളരെ സെൻസിറ്റീവ് ആയിരുന്നു. എടുത്തു പറഞ്ഞു, സ്പെയിന് താൽക്കാലികമായിട്ട് ഷെങ്കൻ വിസ സോണിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം അങ്ങോട്ടുള്ള യാത്ര, കാരണം ഈ ആളുകൾ അങ്ങോട്ട് വരുവോ എന്നുള്ള ഒരു സംശയമായിരുന്നു. പക്ഷെ അതിന് മാത്രം പ്രാധാന്യം ലഭിച്ചില്ല. പക്ഷെ ഇന്ന് ചില ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മാസത്തേക്ക് ഷെങ്കൻ ഈ നമുക്ക് 29 അംഗരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഒരു മാസത്തേക്ക് സ്പെയിനെ മാറ്റി നിർത്തിയിരിക്കുന്നു, ഇറ്റലി മാറ്റി നിർത്തിയിരിക്കുന്നു, ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് അങ്ങ് സ്ഥിരീകരിച്ചു വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ കുറിച്ചൊന്ന് അപ്ഡേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് കണ്ടു. നമുക്ക് എന്നാലും അത് വരുന്നുമുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കർക്കശമായ ഒരു നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇറ്റലിയുടെ ഭാഗത്തുണ്ടായ ആ ഒരു പ്രതികരണം, ആ ഒരു സമയത്ത് തന്നെ ജോർജിയ മെലോണി അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി. പക്ഷേ ഈ യൂറോപ്പിലേക്കുള്ള അനധികൃതമായ കുടിയേറ്റങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അത് വളരെ ലാഘവത്തോടെ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലമാണോ ഇപ്പോഴും യൂറോപ്പ് അനുഭവിക്കുന്നത്? 2015 യൂറോപ്പിലേക്കുള്ള വലിയൊരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി നമുക്ക് പറയാൻ സാധിക്കും. 2005 പ്രത്യേകിച്ച് ജർമ്മനിയിലേക്ക് ഏകദേശം 1 മില്യൺ ആളുകൾ ജർമ്മനിയിലേക്ക് വരികയും അതിപ്പോഴും ജർമ്മനിക്ക് ഒരു പരിധിവരെ അത് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അനന്തരഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും, പലതും നമ്മൾ വീക്ഷിക്കുമ്പോൾ. ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജർമ്മനിയിലുണ്ടായി, ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ AfD തീവ്ര വലതുപക്ഷ പാർട്ടി അതിനുശേഷം ജർമ്മനിയിൽ സ്വാധീനം ചെലുത്തുന്നു. പക്ഷെ ഇതിനെപ്പോഴും നമ്മൾ ഫലങ്ങൾ അനുഭവിക്കുന്നത് പലപ്പോഴും ജർമ്മനി പ്രത്യേകിച്ച് യൂറോപ്പിൽ സാധാരണ വിസയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന ജനങ്ങളാണ് അനുഭവിക്കുന്നത്. കാരണം അവരും ഇവരും തമ്മിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജർമ്മൻ ജനത്തെ അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ സാധാരണ ജോലി ചെയ്തും വിസയെ നിയമാനുസൃതമാവുന്ന ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഇതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ബെർലിനിൽ നടന്ന തീവ്രവാദ ആക്രമണം നമ്മൾ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സംഭവത്തോടു കൂടി തന്നെ അത് പലപ്പോഴും അതും ഇതുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ടാണ് യൂറോപ്പിലേക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തീവ്രമായിട്ട് ഉണ്ടായത്. അതിന്റെ ഫലങ്ങൾ യൂറോപ്പ് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഉടനെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ 22
യൂറോപ്യൻ രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാർ ഉടനെ തന്നെ ഒരു യോഗം കൂടാൻ പോവുകയാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഫ്രോണ്ടെക്സ് എന്ന അതിർത്തി സംരക്ഷണ ഏജൻസിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. നമുക്കറിയാം ജർമ്മൻ ചാൻസലർ മെർസ് എപ്പോഴും അനധികൃതമായ കുടിയേറ്റം തടയണമെന്നുള്ള വ്യൂ ഉള്ള ഒരാളാണ്, ആശയമുള്ള ഒരാളാണ്. അദ്ദേഹം ഇതിനെ ഈ സംഭവത്തെ നന്നായിട്ട് വിമർശിക്കുകയും അനധികൃതമായി എത്തിയവരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവിടണം, അതിനുള്ള പ്രോസസ്സ് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സ്വാഗതാർഹമായ പ്രസ്താവനയായിട്ട് തന്നെ കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, യൂറോപ്പ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെയും മനുഷ്യാവകാശങ്ങളെയും ഒപ്പം തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കരുണയും നീതിയും എങ്ങനെ ഒരുമിച്ച് നടത്താം എന്ന രീതിയിൽ തന്നെ ഇത് പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഒരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2015 മുതൽ ഒരുപാട് കുടിയേറ്റങ്ങൾ അവിടെ തുടങ്ങുന്നു. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, യൂറോപ്പ് ഒരു ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഒരു ഭൂഖണ്ഡമാണ്, ക്രിസ്ത്യൻ മേഖലയിലുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു രീതി നമുക്ക് യൂറോപ്പിലേക്ക് പറയാൻ പറ്റില്ല. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസിൻ്റെ അഭയാർത്ഥികളുടെ ഒരു വലിയ രീതിയിലൊരു കുടിയേറ്റം സംഭവിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എല്ലാ മതക്കാരുടെയും ഒരു കൂട്ടായ്മ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് തദ്ദേശീയരായ യൂറോപ്പിനെ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ക്രൈസ്തവ വിശ്വാസത്തെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടു, നമ്മുടെ ഫ്രാൻസിൽ ഒരു രൂപതയിലെ 3 ദേവാലയങ്ങളാണ് ഒരു ദിവസം തന്നെ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളെ എങ്ങനെയാണ് യൂറോപ്യൻ ജനത ഫേസ് ചെയ്യുന്നത്? അവരുടെ പ്രതികരണം എത്തരത്തിലുള്ളതാണ്? നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. യൂറോപ്യൻ ജനത അവര് വലിയ ആഘോഷങ്ങളും ഇങ്ങനെ വിശ്വാസവും അതിന്റെ ആചാരങ്ങളൊക്കെ വലിയതായിട്ട് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, മാനവികത, ഇതൊക്കെ വളരെ ആഴത്തിൽ പതിഞ്ഞ ഒരു ജനതയാണ്. അത് എപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ക്രൈസ്തവ മൂല്യം അനുസരിച്ച് സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണുന്നത്, മനുഷ്യന്റെ അന്തസ്സുമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഛായയിൽ പെട്ടവളാണ് എന്നുള്ള ഒരു വലിയ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അത് വെച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ആശയങ്ങളിലും ഡിസ്കഷനുകളിലും എഴുത്തുകളിലും ഒക്കെ അത് എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. പക്ഷെ ഇതൊരു ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത് ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴെന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ചുവിടേണ്ട കാര്യങ്ങൾ നിയമാനുസൃതമല്ലാതെ ഇവിടെ എത്തിയവരെ തിരിച്ചുവിടണം എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റിയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതെടുത്ത് വെച്ചും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, നമുക്ക് ഒരു പരിധിവരെയൊക്കെ പറയാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും സഭയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ കഷ്ടപ്പാടും ദുരിതവും രാഷ്ട്രീയ മതപരമായ കഷ്ടപ്പാടുകളും ഒരു രാജ്യത്ത് നിൽക്കക്കള്ളില്ലാതെ ഒരു ജനം ഒരു രാജ്യത്ത് വരുമ്പോൾ അവർക്ക് അഭയം കൊടുത്ത് സ്വീകരിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ മറന്നു പോകുന്നത്, ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവർ അവിടെയുള്ള നിയമവ്യവസ്ഥയും അവിടെയുള്ള സോഷ്യൽ കരാറും അവിടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. അത് അവർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അവരെന്ത് കാരണത്താലാണോ, എന്ത് പ്രശ്നങ്ങളിലാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത്, കുറെ കഴിയുമ്പോൾ അത് തന്നെ അവരിവിടെയും ചെറിയ രീതിയിൽ തുടങ്ങുന്നു. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവരുടെ ഇവിടുത്തെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിമുഖത കുറെ ശതമാനം വരെയെങ്കിലും കാണുകയും എങ്കിലും ഒരു നല്ല ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും അത് വ്യാപകമായ ഒരു ചർച്ചകളിലേക്ക് അത് നീണ്ടുപോകും. ചെറിയ ഒരു ഗ്രൂപ്പ് ആളുകളായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലേക്ക് കുടിയേറി വന്നിരിക്കുന്നവർ, ഒപ്പം ഈ ഒരു നിയമവിരുദ്ധമായി കുടിയേറി വന്നിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം, ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർ യൂറോപ്പിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു യൂറോപ്പിലെ രാഷ്ട്രീയത്തേക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് കുടിയേറ്റ ജനതയുടെ അതിപ്രസരം? നല്ലൊരു ചോദ്യമാണ്. ഈ 2015 ജർമ്മനിയിലേക്കൊക്കെ ഞാൻ ആ സമയത്ത് ജർമ്മനിയിലുണ്ടായിരുന്നു.
വന്നു കഴിഞ്ഞപ്പോൾ യുവജനങ്ങളായിരുന്നു ഒന്നുകൊണ്ട് വന്നത് കൂടുതലും. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിക്ക് ഇപ്പോഴും തൊഴിൽ ക്ഷാമം ഒത്തിരി തൊഴിലാളികളുടെ ക്ഷാമം ഒരുപാട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞ നേഴ്സിംഗ് മേഖലകളിൽ ഇപ്പോഴും ജർമ്മനിക്ക് ഒരുപാട് നേഴ്സിംഗ് മേഖലകളിലെ കുത്തിവെള്ള തൊഴിലവസരങ്ങളുണ്ട്. ഇവരെയൊക്കെ അങ്ങനെ പല രീതികളിലേക്കും തൊഴിലുകളിലേക്കൊക്കെ ഇന്റർഗ്രേറ്റ് ചെയ്ത് ഹൗസ് ബിൽഡും, അതായത് തൊഴിൽ പരിശീലനം കൊടുത്ത് കൊണ്ടുവരാം എന്നൊരു ചിന്തയായിരുന്നു. അതൊക്കെ എത്രത്തോളം സക്സസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ സക്സസ് അതിൻ്റെ അകത്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. വേറൊരു രീതിയിലൊക്കെ അങ്ങ് പോയി അതൊക്കെ ക്രിറ്റിസിസമായിട്ട് പലയിടത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. വലിയൊരു ആ രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ നിൽക്കുന്നതാണ്. അവരെത്രത്തോളം പ്രതീക്ഷിച്ചോ അത്രത്തോളം ആയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്ര ശക്തമായ ഈ വലതുപക്ഷ പാർട്ടികളും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങളൊന്നും അങ്ങനെ നടക്കുകയില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യൂറോപ്പിൽ ഒരു പ്രവാസിയായിട്ട് വർഷങ്ങളോളം ജോമേഷ് താങ്കളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കുടിയേറ്റ വിരുദ്ധ ചിന്തകൾ ഇപ്പോൾ യൂറോപ്യൻസിൽ കുറച്ച് വളർന്നു വന്നിരിക്കുകയാണെന്ന് നമുക്ക് പറയാം? പലപ്പോഴും യൂറോപ്പിൽ ഈ കുടിയേറി വന്നിരിക്കുന്നവർ കാണിക്കുന്ന പല പ്രശ്നങ്ങളും അത് നമ്മുടെ ഇവിടെയും വാർത്തയാവുന്നുണ്ട്. അത് തദ്ദേശീയരായ യൂറോപ്യൻ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ അത്തരത്തിലൊരു ചിന്തയിലേക്കും കൂടി മാറിയിട്ടുണ്ട്. അത്തരത്തിലെന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് കാണുവാനോ കേൾക്കുവാനോ എന്തെങ്കിലും പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നമുക്കങ്ങനെ പേഴ്സണലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇവര് നമുക്കറിയാം, യൂറോപ്യൻസ് അവര് അങ്ങനെ ഒരു പരിധി വരെ അവര് എപ്പോഴും അവരുടെ ഉള്ളിൽ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവരെങ്ങനെയൊന്നും പ്രകടിപ്പിക്കില്ല. പക്ഷെ അത് സിസ്റ്റമിക്കൂടെ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും അവരുടെ. അതായത് ഒരു കാലത്തിന് മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പുള്ളതും 10 വർഷത്തിന് ഇപ്പുറത്തുള്ള ഒരു ഇത് വെച്ച് നോക്കുക, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിന്റെ സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ആറ്റിറ്റ്യൂഡിൽ നിന്നുള്ള. പക്ഷെ നേരിട്ട് വന്നു നീ കറുത്തവനാണ് അല്ല നീ ഇവിടുത്തുകാരനല്ല അങ്ങനെ ഒരു നമ്മൾ നേരിട്ട് പറയുകയില്ല. പക്ഷെ ഇവരുടെ മെന്റാലിറ്റിയിൽ വലിയ മാറ്റങ്ങളും ചേഞ്ചുകളും വന്നിട്ടുണ്ട്. അതിന്റെ ഒറ്റ ഉദാഹരണമുള്ളൂ ഇപ്പൊ ജർമ്മനി AfD പാർട്ടി. ആ പാർട്ടി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ സ്പെയിനിൽ തന്നെ ഫോക്സ് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്, അതും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇറ്റലിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ നിലപാടുകൾ ശക്തി പ്രാപിക്കുന്നു എന്ന അർത്ഥം തന്നെ അവര് ഈ അഭയാർത്ഥികളെയും മറ്റു രാജ്യങ്ങൾ വരുന്നവരെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള വൈമുഖ്യം കാണിക്കുന്നു എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒപ്പം തന്നെ വിദഗ്ധരായ തൊഴിലാളികൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിംഗ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ളവരെ യൂറോപ്പിന് വേണം താനും. IT മേഖല ഇങ്ങനെയുള്ളവരില്ലാതെ ഇപ്പൊ ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ രാജ്യങ്ങൾക്കൊക്കെ ഇവർക്ക് വേണം. ഇതില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോ ഇവിടുത്തെ ഒരു വിഭാഗം പറയുന്നത് ഇങ്ങനെ വിദഗ്ധരായവരെ നമുക്ക് വേണം, അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെയോ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ചെടുത്ത് അതിലും നല്ല നമുക്ക് വിദഗ്ധരായിട്ടുള്ളവരെ വേണം എന്ന രീതിയാണ്. പലപ്പോഴും ഈ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവര് പ്രൈമറി ഒരു ജസ്റ്റ് വിദ്യാഭ്യാസമുള്ളവരാണ്, വലിയ ബാച്ചിലർ ഡിഗ്രിയോ അങ്ങനെയുള്ളവരൊക്കെ കുറവാണ്. ഇല്ലെന്നല്ല പറയുന്നത്, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരും വരുന്നുണ്ട്. അപ്പം അവർക്ക് അതൊരു പരിധി വരെ യൂറോപ്യൻ സമൂഹത്തിന് എത്രത്തോളം ഉണ്ടെന്നുള്ള അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവർ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചിന്താഗതി അനധികൃതമായി കുടിയേറുന്ന ആളുകൾക്കെതിരായുള്ള യൂറോപ്യൻ പൗരന്മാരുടെ ഈ ചിന്താഗതി നിയമപരമായി തന്നെ യൂറോപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ വിദഗ്ധമായ മറ്റു ജോലികളിലേക്കൊക്കെ കുടിയേറുന്നവർക്ക് അത്തരത്തിൽ നിയമപരമായി കുടിയേറാൻ ശ്രമിക്കുന്നവരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് വെച്ചാൽ സ്ലോ ആക്കും പ്രോസസ്സ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പൊ നഴ്സുമാരുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു. 2-3 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ പോയി. ഇപ്പൊ വർഷം 1-1.5 വർഷമൊക്കെയാണ് നീണ്ടുന്നത്. പലതരത്തിലുള്ള സംശയങ്ങൾ, അന്വേഷണങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ അവിടെ നിലനിൽക്കുകയാണ്.
അത് ഈ അടുത്ത കാലത്ത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ട് വന്ന നഴ്സുമാരോടോ അങ്ങനെയുള്ളവരോട് ജർമ്മനിലോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവരനുഭവിച്ചത് പറയും. പക്ഷെ അന്നേരം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴുള്ള അത് ഞങ്ങൾക്കും പറയുമ്പോൾ അത്ര എളുപ്പമായിരുന്നു. ഇന്നത് അത്ര എളുപ്പമല്ല, അത് സ്ലോ ആക്കുന്നുണ്ട് ജോലി സ്ഥലത്തും ഒക്കെ. തീർച്ചയായിട്ടും വ്യക്തമാണ്. എന്തായാലും യൂറോപ്പിലേക്കുള്ള ഈ ഒരു കുടിയേറ്റം അത് അനധികൃതമായിക്കോട്ടെ നിയമപരമായിക്കോട്ടെ അത് അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ബാധിക്കുന്നു, രാഷ്ട്രീയപരമായും അവരുടെ ഒപ്പം ഫിനാൻഷ്യൽ എക്കോണമിയെ എത്രത്തോളം ബാധിക്കുന്നു. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ശക്തിപ്പെട്ടു വരുന്ന വലതുപക്ഷ പാർട്ടികൾ പല യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കുന്ന ചില കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ, അവരുടെ നിലപാടുകൾ, ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഈ ഇന്നത്തെ നേർക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. ഈ നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഗുഡ്നസ് ന്യൂസിൻ്റെ യൂറോപ്യൻ കറസ്പോണ്ടൻറ്റുമായ ജോമേഷ് കൈതമനാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു.